എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് സീറ്റ് നിഷേധിച്ചപ്പോൾ ഞാൻ എൻ്റെ വാർഡിലെ അംഗങ്ങളുടെ പറഞ്ഞതിൻ്റെ പ്രകാരം ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. 18 സിവിൽ സ്റ്റേഷൻ വാർഡിലാണ് ഇന്ന് ഞാൻ മത്സരിച്ചത്. ആ സമയത്ത് CPIM-ൻ്റെ പ്രവർത്തകർ ഞാൻ മത തീവ്രവാദിയാണെന്നും പർദ്ദ ഉപയോഗിക്കുന്നെന്നും തലയെ തട്ടവിടുന്നെന്നും പറഞ്ഞുകൊണ്ട് തീവ്രവാദിത്വം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വീടുകൾ തോറും ഫോട്ടോ കാണിച്ച് എന്നെ ഒരുപാട് മാനസികമായിട്ട് പീഡിപ്പിച്ചു. എന്നിരുന്നാലും ഞാൻ ഒറ്റയ്ക്കുള്ള പ്രവർത്തനം മൂലം എനിക്ക് 200 വോട്ട് പിടിക്കാൻ കഴിഞ്ഞു. ഇതിൽ പ്രകോപിതരായിട്ട് കഴിഞ്ഞ ശനിയാഴ്ച ദിവസം റിസൾട്ട് അറിയുന്ന ഇന്ന് രാത്രിയിൽ CPIM-ൻ്റെ 2-3 പ്രവർത്തകർ വന്ന് പടക്കം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ എടുത്ത് എൻ്റെ മുറ്റത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അതിലൊരെണ്ണമാണ് ഇത് പൊട്ടാതെ രാവിലെ. ഇന്ത്യയിൽ ഏറ്റവും വർഗീയമായിട്ട് അക്രമാസക്തമായുള്ള പാർട്ടിയാന്ന് വെച്ചാൽ ഒറ്റത്തരുള്ളൂ BJP. കേരളത്തിലുണ്ടെങ്കിൽ ആ നമ്പർ 1 CPM. അതിന് ഉദാഹരണമാണിത്. ഇവരൊരു പാരഡി കേട്ടപ്പോൾ കിടന്നങ്ങ് തുള്ളിയാർന്നല്ലോ, അയ്യോ ഞങ്ങളെ ആക്ഷേപിച്ചു, ഞങ്ങളിതൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വിശ്വാസത്തെ കൂട്ടിപ്പിടിച്ച് ഒരു മുസ്ലിം മതവിശ്വാസിയെ തീവ്രവാദിയാക്കിയ ഇവരുടെ ഒരു മനോഭാവം നോക്കി. ഇവരുടെ ഒരു മനോഭാവം. ആ ഇതൊക്കെ എറിഞ്ഞു, പടക്കങ്ങളൊക്കെ എറിഞ്ഞു എന്ന് എന്നിട്ട് സ്വന്തമായിട്ട് മത്സരിപ്പിക്കില്ല. എന്നിട്ടാണ് വേറെ സ്വതന്ത്രമായിട്ട് മത്സരിക്കാനിരുന്നപ്പോൾ ഇവർക്ക് എന്നത്തിൻ്റെ സൂക്കേടാണെന്നറിയോ? അങ്ങാടി തോറ്റതിന് അമ്മയോടൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി, അതായത് നിങ്ങൾ ആരപ്പോൾ പരാജയപ്പെടാനുള്ള മെയിൻ കാരണം ആരാണെന്ന് അത് മറ്റുള്ള പാർട്ടിക്കാരൊന്നുമല്ല. ആരാണ് മെയിനായിട്ട് LDF പരാജയപ്പെടാനായിട്ട് കാരണമായ ഒരു വ്യക്തിയുണ്ട്, അങ്ങവരോട് പോയി ചോദിക്കും. പാവപ്പെട്ടവരോട് മാത്രം കയറി ചോദിക്കരുത്.